ഹായ് ഗൈസ്, റമദാൻ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു വൈകുന്നേരം കണ്ടാലോ. ആദ്യം നമുക്ക് ഷാർജ ഷേക്ക് അടിക്കണം. എനിക്ക് ജ്യൂസ് ഉണ്ടാക്കലും ഷേക്ക് അടിക്കലും അങ്ങനെ കുഞ്ഞു കുഞ്ഞു വലിയ വലിയ ജോലികളാണ് എനിക്കുള്ളത്. ഷാർജ ഷേക്ക് അടിക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. കുറച്ച് പാലും കുറച്ച് ചെറുപഴം പഞ്ചസാരയും ബൂസ്റ്റ് ഇട്ടിട്ട് അടിച്ചാൽ മതി. അത് എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി തണുപ്പിക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ക്ലീനാക്കി നമ്മൾ വെയ്യാണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊരിക്കൽ ഇപ്രാവശ്യമല്ല ഇന്നുണ്ടായില്ല, നമ്മളിന്ന് പുറത്തുനിന്ന് മേടിച്ചു. എൻ്റെ ഫേവറേറ്റായ വടയാണ് മേടിച്ചത് ഗൈസ്. അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായില്ല, വെച്ചു. അങ്ങനെ നമ്മൾ അടുത്തതിൽ കിടക്കുന്നതാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കണം. നമ്മൾ അതിനെ നെരുക്കി പിരിഞ്ഞ് ആദ്യം മുറിച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുരിയൊക്കെ മാറ്റി ഞെരുക്കി നീരെടുത്ത് അതിൽ കുറച്ച് പഞ്ചസാരൊക്കെ ഇട്ട് കലക്കിയെടുക്കണം. കുറേ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ ആർക്കാണ് അറിയാത്തത്? ഇങ്ങനെ കലക്കി നമ്മൾ തല കറങ്ങണം. അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് നമുക്കൊരു കടിച്ച ആപ്പിൾ കിട്ടി. ആപ്പിൾ നമ്മൾ മുറിച്ച് പീസാക്കി വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഷാർജ ഷേക്കിലിടാൻ വേണ്ടിയിട്ടുള്ള കപ്പലണ്ടി കിട്ടി. കപ്പലണ്ടി നമ്മൾ അങ്ങനെ എടുത്ത് പൊട്ടിച്ചിടരുത്, നമ്മളതിനെ പൊടിച്ച് ഇങ്ങനെ ആക്കിയെടുക്കണം. ഇതാണ് എൻ്റെ ഉമ്മ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ ക്ലാസ്സിലും ഈക്വലായിട്ട് ഒഴിക്കണം. കാരണം നമ്മളെ വീട്ടിലെല്ലാവർക്കും ഈക്വലായിട്ട് വേണം. അങ്ങനെ നമ്മൾ എല്ലാത്തിലും ഈക്വലായിട്ട് ഒഴിച്ചു. കുറച്ച് ചിന്തിപ്പോയി, അത് കുഴപ്പമില്ല. നമ്മൾ കുറച്ച് എല്ലാ ക്ലാസ്സിലും ഒരേപോലെ ഒഴിച്ചു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യമില്ലേ, കപ്പലണ്ടി, അത് നമ്മളെല്ലാവർക്കും ഒരേപോലെ ഇടേണ്ട. നമ്മുടെ ക്ലാസ് ഏതാണോ അതിലേക്ക് മാത്രം കുറച്ച് അധികം ഇടുക ഗൈസ്, ആരും കാണരുത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തുടച്ച് നമ്മൾ വെയ്യാണ്ടാവണം. ഖുർആൻ ഓതി ഭക്ഷണം കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ നോമ്പ് തുറന്നിരുന്നു കേട്ടോ. ബൈ.